ഞങ്ങളുടെ പോം പവറിൻ്റെ 5 കിലോ വാട്ടിൻ്റെ ബാറ്ററി ബിൽറ്റിൻ ആയിട്ടുള്ള ഹൈബ്രിഡ് സോളാർ ഇൻവെർട്ടറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പേര് മുജീബ്. ഞാൻ പോം സിസ്റ്റംസ് ആൻഡ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡിലെ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുവാണ്. ഇന്ന് ഞങ്ങളുടെ സോളാർ റേഞ്ചിലുള്ള കുറച്ച് പ്രൊഡക്ട്സ് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ 1998 മുതൽ പവർ ഇലക്ട്രോണിക്സ് മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന കമ്പനിയാണ്. ഞങ്ങൾ ആദ്യകാലങ്ങളിൽ UPSകൾ ഉണ്ടാക്കുകയും പിന്നെ ട്രാൻസ്ഫോമേഴ്സ്, സെർവോ സ്റ്റെബിലൈസേഴ്സ്, അങ്ങനെ പവർ ഇലക്ട്രോണിക്സ് മേഖലയിലെ ഒരുവിധമുള്ള എല്ലാ പ്രോഡക്ട്സും ഞങ്ങൾ കവർ ചെയ്തു. അതിനുശേഷം നമ്മൾ സോളാറിൻ്റെ ഒരു ചാൻസസ് വന്നപ്പോൾ ഞങ്ങളുടെ കമ്പനി ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ്, ഹൈബ്രിഡ് തുടങ്ങിയ ഇൻവെർട്ടറിൽ ഇറക്കുകയും പിന്നെ നമ്മൾ ഹൈബ്രിഡിൽ നിന്നും വ്യത്യസ്തമായിട്ട് കമ്പൈൻഡ് ആയിട്ടുള്ള എനർജി സ്റ്റോറേജ് സിസ്റ്റംസ് നിർമ്മിക്കുകയുണ്ടായി. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞങ്ങൾ ഇൻഡസ്ട്രിയൽ മേഖലയ്ക്ക്, അതായത് ഒരു ജനറേറ്ററിനൊരു ഓൾട്ടർനേറ്റീവ് എന്ന രീതിയിൽ ഒരു ഗ്രീൻ പവർ സോഴ്സ് എന്ന രീതിയിൽ ഗ്രസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഞങ്ങൾ നിയർലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറയുമ്പോഴത്തേക്ക് അത് ശേഷി കൂടിയ, അതായത് അതിൻ്റെ ഏറ്റവും മിനിമം ശേഷി എന്ന് പറഞ്ഞാൽ 75 കിലോ വാട്ടാണ്. അതുമുതൽ നമുക്ക് വലിയ വലിയ സിസ്റ്റങ്ങൾ, കണ്ടെയ്നർ ബേസ്ഡ് സിസ്റ്റമാണ്, അങ്ങനെയുള്ള സിസ്റ്റങ്ങൾ വരെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളവിടെ വന്നിരിക്കുന്നത് ESS എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ്. ഇത് എനർജി സ്റ്റോറേജ് സിസ്റ്റം. ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഇൻവെർട്ടറും ബാറ്ററിയും ചേർന്നിട്ടുള്ള ഒരു കമ്പൈൻഡ് യൂണിറ്റാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ കാണുന്ന യൂണിറ്റിൻ്റെ വിവരങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇതിൻ്റെ വർക്കിംഗ് ഡീറ്റെയിൽ, ബേസിക് ആയിട്ടും അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുമുള്ള ടെക്നിക്കൽ ഡീറ്റെയിൽസ്, അങ്ങനെ ഒരുവിധമുള്ള മാക്സിമം ഡീറ്റെയിൽ നമ്മളിന്ന് ഈ പ്രൊഡക്റ്റിൻ്റെത് കവർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പോം പവറിൻ്റെ 5 കിലോ വാട്ടിൻ്റെ ബാറ്ററി ബിൽറ്റിൻ ആയിട്ടുള്ള ഹൈബ്രിഡ് സോളാർ ഇൻവെർട്ടറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിതിൻ്റെ 3 കിലോ വാട്ട്, 5 കിലോ വാട്ട്, 11 കിലോ വാട്ട്, അങ്ങനെയാണ് അതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഇപ്പോഴീ കാണുന്ന യൂണിറ്റിൽ നമ്മൾ ഈ മുകളിൽ കാണുന്ന ഈ ഡിസ്പ്ലേയോട് കൂടിയ ഭാഗം നമ്മുടെ ഹൈബ്രിഡ് സോളാർ ഇൻവെർട്ടറാണ്. താഴെ കാണുന്ന ഭാഗം ലിഥിയം ഫെറോഫോസ്ഫേറ്റിൻ്റെ 100H 51.2 വോൾട്ടിൻ്റെ ബാറ്ററി പാക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഇൻവെർട്ടറിൽ വരുവാണെങ്കിൽ നോർമലി ഹൈബ്രിഡ് ഇൻവെർട്ടർ ഒരുപാട് ആൾക്കാർക്ക് അറിയാമായിരിക്കും. നമുക്ക് ഈ ഇൻവെർട്ടർ ഒരേ സമയം നമുക്ക് ബാക്കപ്പും തരും, അതേസമയം നമ്മുടെ സോളാർ എനർജി കൺവേർട്ട് ചെയ്ത് KSEB കൊടുക്കുന്ന വഴി നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലിലും നോർമൽ ഓൺ ഗ്രിഡിൽ ഉണ്ടാകുന്ന പോലെ ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്കിത് ഈ നിങ്ങൾ കാണുന്ന 5 കിലോ വാട്ട് സിസ്റ്റത്തിൽ ഇൻവെർട്ടർ വരുമ്പോൾ വിത്ത് ബിൽറ്റിൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. LCD ഡിസ്പ്ലേ ആണ്. നമുക്ക് ഏറ്റവും അത്യാവശ്യം അറിയേണ്ട എല്ലാ വിവരങ്ങളും നമുക്ക് ഈ ഡിസ്പ്ലേയിൽ തന്നെ അറിയാൻ പറ്റും. നമുക്കൊരു ആൾക്ക് വായിക്കാൻ സാധിക്കുന്ന രീതിയിൽ വലിപ്പത്തിലും എല്ലാം നമുക്ക് എഴുതി കാണിക്കുന്ന രീതിയിലുള്ള LCD ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇപ്പോൾ ഞങ്ങൾ നിലവിൽ ബാറ്ററി പവർ ചെയ്താണ് സിസ്റ്റം ഓണാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇതിൽ നിലവിൽ ബാറ്ററിയിൽ നിന്ന് വർക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ ഡിസ്പ്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ബാറ്ററി ഓൾറെഡി ഞങ്ങൾ ഫുള്ളി ചാർജ് ചെയ്ത ബാറ്ററിയാണ്. 52.6 ബാറ്ററി വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. ഔട്ട്പുട്ട് ഇപ്പോൾ 230 കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ശരിക്കും ബാക്കപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു 5 കിലോ വാട്ട് സിസ്റ്റം ഒരു 1 hour ബാക്കപ്പാണ് നമുക്ക് തരുന്നത്. പിന്നെ ഇനി നമുക്ക് ബാറ്ററി സൈഡിലോട്ട് വരുവാണെങ്കിൽ നമ്മൾ ലിഥിയം ഫെറോഫോസ്ഫേറ്റിൻ്റെ ബാറ്ററീസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് പ്രിസ്മാറ്റിക് രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ബാറ്ററിയാണ് വരുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ ടെർമിനേഷൻ സൈഡാണ്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇൻവെർട്ടർ സൈഡിൽ വരുന്ന ടെർമിനേഷനാണ്. ഇപ്പം നമ്മൾ ആദ്യം ഈ കാണുന്നത് PV സ്വിച്ച്, അതായത് നമ്മുടെ സോളാർ പാനൽ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബ്രേക്കർ വഴി നമ്മളത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോളാർ പാനലിൻ്റെ കണക്ഷൻ ഈ കാണുന്ന ഈ സൈഡിലാണ്, ഈ താഴെയുള്ള ഈ ബ്ലോക്കിലാണ് നമ്മൾ സോളാർ പാനൽ കണക്ഷൻ കൊടുക്കുന്നത്. അടുത്ത് നമ്മൾ കാണുന്നത് AC ഇൻപുട്ട് സ്വിച്ച്. അതായത് നമ്മൾ ഈ കൊടുത്തേക്കുന്ന ഈ കണക്ഷൻ എൻ്റെ കൺട്രോളാണ്, ഈ കാണുന്ന ഇൻപുട്ട് സ്വിച്ച്. നെക്സ്റ്റ് നമ്മൾ ഈ വേക്കൻ്റ് ആയിട്ട് ഇട്ടേക്കുന്ന AC ഔട്ട്പുട്ടിൻ്റെ കൺട്രോൾ സ്വിച്ചാണ് ഈ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മുടെ ടെർമിനേഷൻ ബ്ലോക്കാണ്, ഇൻപുട്ട് കൊടുക്കാനും ഔട്ട്പുട്ട് എടുക്കാനുള്ള ബ്ലോക്കാണ്. അത് കഴിഞ്ഞ് വരുമ്പോൾ ബാറ്ററിയുടെ കണക്ഷൻ ബ്ലോക്കാണ് കാണുന്നത്. പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം മാർക്കിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. കൂടാതെ കമ്മ്യൂണിക്കേഷൻ പോർട്ട്സ്, ഡ്രൈ കോണ്ടാക്ടർ, നേരത്തെ പറഞ്ഞതുപോലത്തെ PVയുടെ കണക്ഷൻ ബ്ലോക്ക്. ഇത്രയാണ് നമ്മുടെ ഇൻവെർട്ടറിന് വരുന്നത്. ഈ കാണുന്ന ഈ പോർഷൻ വരെയാണ് നമ്മുടെ ഇൻവെർട്ടർ യൂണിറ്റ് വരുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ബാറ്ററി സൈഡാണ്. ബാറ്ററി സൈഡിൽ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ കമ്മ്യൂണിക്കേഷൻ പോർട്ട്സ് ആണ് വരുന്നത്. പിന്നെ അത് കഴിയുമ്പോഴത്തേനും ബാറ്ററിയുടെ ഇൻഡിക്കേഷൻസ്, പെർസെൻറ്റേജ്, ഓൺ ആണോ ഓഫ് ആണോ അതിനുള്ള ഇൻഡിക്കേഷൻസ്, അലാറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ, പിന്നെ അതിൻ്റെ ഡ്രൈ കോണ്ടാക്ടേഴ്സ്, അഡ്ജസ്റ്റേഴ്സ്. അത് കഴിയുമ്പോൾ നമുക്ക് ബാറ്ററിക്ക് നമുക്ക് 2 സ്വിച്ച് അവൈലബിൾ ആണ്. ഒന്ന് നമ്മുടെ നോർമൽ 125 ആംസിൻ്റെ റേറ്റഡ് ആയിട്ടുള്ള
ബ്രേക്കറാണ് വരുന്നത്. പിന്നെ ഒരു ഫിസിക്കൽ ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേ ഒരു സ്വിച്ച് നമുക്ക് ഇൻവെർട്ടർ യൂണിറ്റിനും അവൈലബിൾ ആണ്. പിന്നെ വരുമ്പോഴത്തേനും നമുക്ക് ബാറ്ററിയുടെ കണക്ഷൻസ്, ഈ കണക്ഷൻസ് ത്രൂ ആണ് നമ്മൾ ബാറ്ററിയും ഇൻവെർട്ടറുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. ഇൻവെർട്ടറിൽ നിന്ന് ഈ വയർ നമ്മളിവിടെ കൊടുത്തിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും കണക്ഷൻ പാർട്ടാണ് നമുക്ക് ഇൻവെർട്ടറിന് വരുന്നത്. എല്ലാം ഹൈലി റേറ്റഡും സെക്യൂർഡുമായിട്ടുള്ള സ്വിച്ച് ഗിയേഴ്സാണ് ഓൾറെഡി യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാ രീതിയിലും മിനിമൽ അറിവുള്ള ആൾക്കാർക്ക് പോലും എളുപ്പത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കണക്ഷൻസ് എല്ലാം വരുന്നത്. ഇൻസ്റ്റലേഷൻ വളരെ സിമ്പിളാണ്. ബാറ്ററിയുടെ വയർ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇതൊക്കെ ലളിതമായ രീതിയിൽ എല്ലാവർക്കും കൊടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അത് അത്രയും ലളിതമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇത് ചെയ്തേക്കുന്നത്. നമുക്ക് ഈ മുന്നേ നമ്മളിപ്പോൾ ഡിസ്പ്ലേയിൽ കാണിച്ച എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഫോണിൽ അറിയാൻ സാധിക്കും. അതിനായിട്ട് നമ്മുടെ യൂണിറ്റിൻ്റെ കൂടെ ബണ്ടിലായിട്ട് തന്നെ വരുന്നതാണ് ഈ ഡിവൈസ്. ഇത് നമ്മൾ മുന്നേ കാണിച്ച സൈഡിലെ ടെർമിനേഷൻ ഭാഗത്ത് ഇതിൻ്റെ ഡെഡിക്കേറ്റഡ് ആയ സ്ലോട്ടുണ്ട്. ഇത് വൈഫൈ വഴിയാണ് വർക്ക് ചെയ്യുന്നത്. ഇത് കണക്ട് ചെയ്ത് നമ്മൾ വൈഫൈ വഴി ഇത് കോൺഫിഗർ ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ഈ ഡാറ്റ ലോഗറിൻ്റെ മോണിറ്ററിങ് ആപ്പ് കസ്റ്റമർക്ക് കൊടുക്കും, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം നിങ്ങൾക്ക് ലൈവിൽ നടക്കുന്ന എല്ലാ, അതായത് PV വോൾട്ടേജ് മുതൽ ലോഡ് എന്തോരമുണ്ട്, ലൈവിൽ യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽ, അഡ്വാൻസ്ഡ് എന്തെങ്കിലും ഫോൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ഫോൾട്ട്, അങ്ങനെ മാക്സിമം ഡീറ്റെയിൽ നിങ്ങൾക്ക് ഈ ഡാറ്റ ലോഗർ വഴി തന്നെ അറിയാൻ പറ്റും. പിന്നെ നോർമലി ഉള്ളതുപോലെ ഇൻ്റർനെറ്റ് കണക്ഷൻ മസ്റ്റാണ്, എങ്കിൽ മാത്രമേ നമുക്കിത് പ്രവർത്തിപ്പിക്കാൻ സാധിക്കൂ. നമുക്ക് 3, 5, 11 അങ്ങനെയാണ് ഇതിൻ്റെ കപ്പാസിറ്റീസ് വരുന്നത്. 3 യൂണിറ്റിനും നമ്മൾ 8 ഇയേഴ്സാണ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. 8 ഇയേഴ്സും നിങ്ങൾക്ക് ഓൺ സൈറ്റ് ആയിരിക്കും വാറണ്ടി വരുന്നത്. പിന്നെ ഞങ്ങൾക്ക് കേരളത്തിൽ തിരുവനന്തപുരം, കൊച്ചി, മലപ്പുറം ബേസ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ ഓഫീസ് വരുന്നത്. അവിടെ നിന്നുമാണ് ഞങ്ങൾ സർവീസ് ഓപ്പറേഷൻസ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതിലേത് പ്രൊഡക്റ്റ് ആയാലും നിങ്ങൾക്ക് 8 ഇയേഴ്സ് ഓൺ സൈറ്റ് വാറണ്ടി കിട്ടും. പ്ലസ് നിങ്ങൾക്ക് ഇൻസ്റ്റലേഷൻ അസിസ്റ്റൻസ്, നിങ്ങളുടെ ടെക്നിക്കൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള സൗകര്യം, ഇനി പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്യാൻ ഞങ്ങൾക്ക് ഈ 3 ഓഫീസുകളിലും ട്രെയിൻഡ് ടെക്നീഷ്യൻസ് ഉണ്ട്. അവർ നിങ്ങളെ ഓൺ സൈറ്റിൽ ഹെൽപ്പ് ചെയ്യും.